ഷെഫ് സീക്രട്ടിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അങ്കമാലി സ്റ്റൈൽ ബീഫ് ഉലർത്തിയതാണ്. ഇന്ന് നമ്മൾ 500 ഗ്രാം ബീഫിന്റെ ഉലർത്താണ് തയ്യാറാക്കുന്നത്. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് ബീഫിനെ കുക്കറിലിട്ട് വേവിക്കുക എന്നതാണ്. അപ്പോ ഇതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി പരിചയപ്പെടുത്താം. സവോള 2 എണ്ണം, ഇഞ്ചി ആവശ്യത്തിന്, വെളുത്തുള്ളി ആവശ്യത്തിന്, പച്ചമുളക് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1/2 സ്പൂൺ, വെളിച്ചെണ്ണ 50 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്. ഇത്രയുമായാൽ അങ്കമാലി സ്റ്റൈൽ ബീഫ് ഉലർത്തിന്റെ തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാക്കിയ ശേഷം 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ 2 സവോളയും കൂടി ചേർത്ത് വഴറ്റണം. ഇതിനിടയിൽ അല്പം ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് വഴന്നു കിട്ടാൻ എളുപ്പമാണ്. വഴന്നു വരുമ്പോൾ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞതും ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, കറിവേപ്പില എന്നിവയിട്ട് ഒന്നിളക്കിയ ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് വീണ്ടും ഒന്നുകൂടി വഴറ്റിയ ശേഷം നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലയും ഇട്ട് വേവിച്ച ബീഫും അതിന്റെ സ്റ്റോക്ക് വാട്ടറും കൂടി ചേർത്ത് ഇളക്കി ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചാൽ അങ്കമാലി സ്റ്റൈൽ ബീഫ് ഉലർത്ത് തയ്യാറായി എന്നുറപ്പിക്കാം. ബ്രെഡ് ഐറ്റംസിനോടൊപ്പം തന്നെ ചോറ്, കപ്പ തുടങ്ങിയ നാടൻ വിഭവങ്ങൾക്കും ഒരുപോലെ രുചികരമായ ഈ വിഭവം ഏവരെയും രുചിയിൽ ആഴ്ത്തുമെന്നതിന് ഒരു സംശയവും വേണ്ട. അപ്പോ ഇതുപോലെ വ്യത്യസ്ത നാടുകളിലെ രുചികൾ നിങ്ങൾക്ക് മുന്നിൽ ഷെഫ് സീക്രട്ടിലൂടെ എത്തുമ്പോൾ അത് കാണാനും ആസ്വദിക്കാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ.